ഹലോ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ ഇന്നും ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് കേട്ടോ. ലേറ്റായിട്ട് എന്ന് പറഞ്ഞാലേ ഒരു 7:30 ആയിട്ടുണ്ട്. അച്ഛന് ക്ലാസ്സിന് പോകാനുള്ള കാരണം ഞാൻ 6:30 എഴുന്നേൽക്കാറുണ്ട് കേട്ടോ. ഇന്ന് തീരെ വയ്യാത്ത കാരണം കൊണ്ട് ലേറ്റ് ആയതാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിലോട്ട് വന്നപ്പോഴേ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ എണീച്ചപ്പോൾ തന്നെ അച്ഛനോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ 7:30 എണീക്കാറ്. അപ്പം ഇന്ന് അവനും 7:30 തന്നെ എണീച്ചത് കേട്ടോ. അപ്പോൾ അവൻ കിച്ചണിലോട്ട് വന്നപ്പോഴേ നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ ഇന്ന് നല്ല അടിപൊളി ദിവസമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. ഇന്നലെ രാവിലെ മുതൽ നല്ല മഴയായിരുന്നേ. അപ്പോൾ അവന് മഴയത്ത് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇന്നിപ്പോൾ വെയിലൊക്കെ ഉള്ള കാരണം കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ആള്. അതൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് കുളിക്കാനും ഒരുങ്ങാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ അവന് ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പം ഇന്ന് റേഷൻ കടയിൽ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ടിന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് തീർന്നിരിക്കണേ. 2 ദിവസമായി ഗ്യാസ് തീർന്നിട്ട്. 2 സിലിണ്ടറൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഒരെണ്ണം വാങ്ങിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്യാസ് തീർന്നിട്ട് വാങ്ങിക്കാത്ത എന്താണെന്ന് വെച്ചാലേ നമുക്ക് കുറച്ച് വിറകൊക്കെ കത്തിച്ച് തീർക്കാനുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് ഉള്ള സമയത്ത് എനിക്ക് അടുപ്പ് കത്തിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിറകും ചകിരിയും ഒക്കെ നന്നായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്യാസൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നാൾ അടുപ്പത്ത് തന്നെയാണ് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ നമ്മൾ അടുപ്പത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടി വരും. കാരണം എല്ലാ പാത്രങ്ങളും പെട്ടെന്ന് കരിയാവുന്നത് കാരണം കൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യണ്ടേ എന്നാലോചിച്ചിട്ടുള്ളൊരു മടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഗ്യാസിന് ബുക്ക് ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ വിറകൊക്കെ കുറച്ചൊന്ന് കഴിഞ്ഞിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഗ്യാസിന് ബുക്ക് ചെയ്യും. അങ്ങനെ നമ്മുടെ ഓരോ പണികളും അടുപ്പത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് അവിലാണ് ചായക്ക് കടി. അച്ചുവിന് അവിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവൻ ചായ ഒഴിച്ചിട്ട് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കോരി കഴിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ ഇന്ന് എന്തായാലും എളുപ്പപ്പണി ആണ് നല്ലതെന്ന് എനിക്കും തോന്നി. കാരണം ചോറൊക്കെ തന്നെ ആവുമോ കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. 7:30 എഴുന്നേറ്റത്. അവൻ 8:20 പോവുകയും ചെയ്യും വീട്ടിൽ നിന്ന്. അപ്പോഴേക്കും ഇതൊക്കെ ആയി കിട്ടുകയും വേണമല്ലോ. അങ്ങനെ പിന്നെ വേഗം അവനുള്ള ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ വേഗം സെറ്റാക്കി പിന്നെ ഒരു മുട്ട പൊരിച്ചു. പിന്നെ മുളകും പുളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവനങ്ങ് പറഞ്ഞേക്കുള്ള തിരക്കിലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയപ്പോഴേ ചോറായില്ലേ, ചായ ആയില്ലേ, കറി ആയില്ലേ, പാത്രത്തിലാക്കിയില്ലേ, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വല്ലപ്പോഴും മാത്രമേ നമ്മളിങ്ങനെ ലേറ്റ് ആവാറുള്ളൂ. എല്ലതും കറക്റ്റ് സമയത്ത് ആക്കി കൊടുത്താലും ചെക്കൻ നേരത്തെ പോകില്ല. അവൻ്റെ സമയത്ത് മാത്രമേ അവൻ ഇറങ്ങുള്ളൂ കേട്ടോ. എന്തായാലും വീട്ടിൽ ഒരു 8:20 ആകുമ്പോഴേക്കും അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ബാഗിലാക്കാൻ പറ്റി. ഇന്നാണെങ്കിലോ എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുളിക്കാതെ ഇതുപോലെ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ കയറാറുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ കുളിച്ചിട്ട് തന്നെയാണ് കിച്ചണിലോട്ട് വരിക കേട്ടോ. അങ്ങനെ പിന്നെ അച്ചുട്ടി പോയി. ഇനി അവൻ പോയതിന് ശേഷം ഇന്നിപ്പോൾ കുളി കുറച്ച് ലേറ്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് വെയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കുളിക്കാനൊക്കെ നോക്കുള്ളൂ. അവൻ പോയതിന് ശേഷം പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പം ഇന്ന് കടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു പഴത്തിൻ്റെ പകുതി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഒരു പിടി മാത്രം അവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചായയും കൂടിയിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അവൻ പോകുന്ന തിരക്കിൽ നമ്മുടെ കിച്ചണിൽ മൊത്തം പരത്തിയിട്ടേക്കാണ് കേട്ടോ. പാത്രങ്ങളും ഇതൊക്കെ പരത്തിയിട്ടേക്കാണ്. ഇനി അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. ഇനി പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പോൾ ചായയുടെ കഴിഞ്ഞിട്ട് നമ്മുടെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിട്ടു. പിന്നെ നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് കറി വെക്കാനായിട്ടേ പരിപ്പും ചേമ്പിൻ്റെ താളും കൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ തേങ്ങ ഒന്നും അരക്കില്ല കേട്ടോ. നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി ചതച്ച് അതിലേക്ക് കറിവേപ്പിലയും കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുത്തി വറവിടുക എന്നൊക്കെ പറയൂലേ, അതുപോലെ കേട്ടോ. തേങ്ങ അരച്ചാലൊന്നും ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഇഷ്ടമില്ല. ആ കറി തേങ്ങ അരച്ച് വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയിലൊക്കെ. മോള് പോയതിന് ശേഷം പിന്നെ മീനൊന്നും വാങ്ങിച്ചിട്ടില്ല. മീൻ മേടിക്കാൻ എന്നെ പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിക്കാത്തത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലേ മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാത്രിയിലും ചോറുണ്ണാൻ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ഡയറ്റൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മളായിട്ട് അതിനൊരു മുടക്കം വരുത്തണേന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം മീൻ വാങ്ങിക്കാത്ത കേട്ടോ. പിന്നെ അച്ചടിക്ക് മീൻ വേണ്ടല്ലോ, അവന് പച്ചക്കറിയാണല്ലോ. എന്തായാലും കുറച്ച് ദിവസം ഇതുപോലെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നല്ല പൂതി തോന്നിയാൽ പിന്നെ എന്തായാലും വാങ്ങിക്കൂട്ടാ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് വയ്യ എന്ന് പറഞ്ഞല്ലോ, അത് സംഭവം വേറെ ഒന്നുമല്ല. ഇന്നലെ എനിക്ക് BP കുറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ നല്ല തലക്കറക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് കലക്കി കുടിക്കാറുണ്ട്. അപ്പോൾ ഓക്കെ ആവാറുണ്ട് കേട്ടോ. നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴേ നാരങ്ങയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കടയിൽ പോകണമല്ലോ എന്തായാലും വാങ്ങിക്കാനായിട്ട്. അച്ചുട്ടി സ്കൂളിൽ പോയിരിക്കില്ലായിരുന്നു. അപ്പോൾ വണ്ടിയുമ്പോൾ പോവാൻ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇനി അതുമെന്ന് അങ്ങനെ കെട്ടി മറിഞ്ഞു വീണെങ്കിൽ എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, മെല്ലെ പോയിട്ട് ഞാൻ നാരങ്ങയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് കുടിച്ചപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കിച്ചണിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി വെച്ചു. പിന്നെ നമ്മൾ പുളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. ഇവിടെ പുളിക്ക് ഭയങ്കര ചിലവാണ് കേട്ടോ. നമ്മൾ കറിക്ക് മാത്രമല്ല ഉപയോഗിക്കുക,
ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, രണ്ടിനും പുളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കാണാതെയാണ് പുളി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് തിന്നുക. അപ്പോൾ അത് തിന്ന് എന്ന് അറിയണം എന്നുണ്ടെച്ചെങ്കിൽ നമ്മുടെ സോഫയിലുണ്ടാവും ഈ പുളിങ്കൂരൊക്കെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴാണ് നമ്മൾ അറിയുക പുളി കൊണ്ടുപോയിട്ട് തിന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഇന്നത്തെ അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുക്കളൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടണം. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാനുണ്ട്, മുറ്റടിക്കാനുണ്ട്, പിന്നെ അച്ചുട്ടിയുടെ കിളികളേനൊക്കെ ഒന്ന് തുറന്നിടാനൊക്കെ ഉണ്ട്. അവർക്കും എന്തെങ്കിലുമൊക്കെ തിന്നാനും കുടിക്കാനൊക്കെ കൊടുക്കണമല്ലോ. മുറ്റടിച്ച് വരലും കിളികളെ നോക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉമ്മറത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഉമ്മറൊക്കെ അടിച്ചുവരി തുടച്ചിട്ടു. പിന്നെ നമ്മൾ റൂമിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് ഏതായാലും വെയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അച്ചുട്ടിയുടെ പുതപ്പൊക്കെ കുറേ ആയിട്ടുണ്ട് ഒന്ന് ചൂടാക്കിയിട്ട്. അപ്പം അതൊക്കെ ഒന്ന് വെയിലത്തൊക്കെ കൊണ്ടിടണം. പിന്നെ ഈ റെഡ് പുതപ്പുണ്ടല്ലോ, അതാവാൻ ഇരിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകിയിടാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മുകളിൽ ഇതൊക്കെ കൊണ്ടിട്ടിട്ട് വരാം കേട്ടോ. നമുക്ക് താഴെ വെയിൽ നല്ല കുറവാണ് കേട്ടോ. എന്തെങ്കിലും പെട്ടെന്നൊക്കെ ഉണങ്ങണം എന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ കൊണ്ടിടണം. അവിടുന്ന് വന്നിട്ട് വേഗം ആ പുതപ്പ് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടു. പിന്നെ ഉണ്ടല്ലോ, അത് നനഞ്ഞപ്പോഴേ എനിക്ക് പൊക്കാൻ പറ്റണേ ഇല്ലായിരുന്നു കേട്ടോ. പിഴിഞ്ഞെടുക്കുക എങ്ങനെയെന്ന് ഒരു നിവൃത്തിയില്ല. ഞാനാണെങ്കിൽ നനയ്ക്കുകയും ചെയ്ത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരാളും കൂടി ഹെൽപ്പിന് ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു കേട്ടോ പിഴിഞ്ഞെടുക്കാനൊക്കെ. പിന്നെ ഒരു നിവൃത്തി ഇല്ലാണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ മെഷീനിൽ തന്നെ വെച്ചിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നല്ല വെള്ളമൊക്കെ വാർന്നതിന് ശേഷമാണ് കേട്ടോ അത് മുകളിൽ കൊണ്ടുപോയിട്ട് ഇട്ടതൊക്കെ. ഈ പണിയിലൊക്കെ നിൽക്കുമ്പോഴാണ് കേട്ടോ ഏട്ടൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ എടുക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ എടുക്കാത്തതെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട്. ഇപ്പോൾ ഈ പുതപ്പ് അങ്ങ് തിരുമ്പിയപ്പോഴേ മൊത്തത്തിൽ അങ്ങ് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഒരുങ്ങട്ടെ കേട്ടോ. ഏതായാലും ഇന്ന് വീഡിയോ ഒക്കെ എടുക്കേണ്ടതല്ലേ. ചുമ്മാ പറഞ്ഞതാണേ. ഞാനല്ലെങ്കിലും കുളി കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഒരുങ്ങി നടക്കാറൊക്കെ ഉണ്ട്. തീരെ വയ്യാത്ത സമയത്തും ഒക്കെയാണ് നമ്മളൊന്നും ചെയ്യാതെയൊക്കെ നടക്കുക കേട്ടോ. അല്ലെങ്കിലും നമ്മൾ മേക്കപ്പും ഒരുങ്ങാതെയൊക്കെ നടക്കേണ്ട ആവശ്യം എന്താ? ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ. ചിലപ്പോൾ മറ്റുള്ളവർക്കൊക്കെ തോന്നാം വീട്ടിലിരിക്കുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടണോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മളതൊന്ന് കാര്യമാക്കണ്ടടാ. നമ്മൾ അവരുടെ പൈസയ്ക്കൊന്നല്ലല്ലോ നമ്മൾ വാങ്ങിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം പൈസയ്ക്കാണല്ലോ വാങ്ങിക്കുന്നത്. പിന്നെ എൻ്റെ കെട്ടിയവനും എൻ്റെ മക്കൾക്കും നല്ല ഇഷ്ടമാണ് ഞാനിതുപോലെ ഒരുങ്ങി നടക്കുന്നതൊക്കെ. പിന്നെ നമ്മൾ വേറെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടണം, അത് മസ്റ്റാണ്. ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊക്കെ കഴിക്കാനുണ്ട്. ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുളി ഒത്തിരി അങ്ങ് ലേറ്റായി പോയി. ഈ രാവിലെ കുളിക്കുന്നവരെ ചില ദിവസങ്ങളിൽ ഇതുപോലെ ഒന്ന് ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി അങ്ങ് ലേറ്റാവും കേട്ടോ. പിന്നെ നമുക്ക് പണികളൊന്നും നമ്മുടെ കയ്യുമെന്നും കാലുമെന്നും വേറിടാത്ത പോലെ തോന്നും. നമുക്ക് രാവിലെ കുളിയും തിരുമ്പലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവിധം പണികളൊക്കെ തീർന്നൊരു ഫീലാണ് കേട്ടോ. എന്നും ഇതുപോലെ രാവിലെ കുളിക്കാൻ പറ്റും എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ലല്ലോ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. ഓരോ അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മളും മാറേണ്ടി വരുമല്ലോ. എന്തായാലും ഞാനിനി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, എൻ്റെ ഈ മാക്സിയൊക്കെ അത്യാവശ്യം നല്ല ടൈറ്റുള്ള മാക്സി ആയിരുന്നു കേട്ടോ. ഇപ്പം അതിൻ്റെ കൈയൊക്കെ നല്ല ലൂസായി തുടങ്ങിയിട്ടുണ്ട്. ഡയറ്റിൻ്റെ ഭാഗമായിട്ടേ നമ്മൾ തിന്നലും കുടിക്കലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. നമ്മൾ പരിപ്പും താളും കൂടിയിട്ട് കുത്തി വറവിട്ടൊരു കറിയുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട്. പിന്നെ മുട്ട പൊരിച്ചതുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പച്ചക്കറി ആയതിൻ്റെ പേരിലാണ് ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ ചോറിലേക്ക് എടുക്കുന്നത്. നേരെ മറിച്ച് മീൻ കറിയോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്ര കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സാധാ ഒരു മീൻ കറി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. ഞാനിങ്ങനെ വിചാരിക്കേ, ചിലർ തീരെ മീനും ഇറച്ചിയൊന്നും കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് അവരിങ്ങനെ പച്ചക്കറി മാത്രം കഴിക്കുന്നത് എന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ചിലർക്ക് അത് ശീലമായി പോയതാവാം. എന്തായാലും എന്നെ കൊണ്ടൊന്നും ഈ ജന്മത്തിൽ അതിന് കഴിയില്ല കേട്ടോ, പച്ചക്കറി മാത്രം കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ ചോറുണ്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തിന്നണം കേട്ടോ.
ഒന്നല്ലെങ്കിൽ വല്ല നട്ട്സോ അല്ലെങ്കിൽ വല്ല മിഠായിയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ മിഠായി ഒന്നുമില്ല. അപ്പോൾ ഒരു 3-4 ബദാമൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ ഒന്ന് കണ്ടു. പിന്നെ വെയിലാറി തുടങ്ങി വന്നപ്പോഴേ ഞാൻ വേഗം മുകളിൽ പോയിട്ട് പുതപ്പൊക്കെ എടുത്തു കൊടുന്നു. പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. വെളിച്ചെണ്ണ പാത്രവും ബേക്കറി പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ അടുക്കളയിൽ കൊടുന്ന് വെച്ചു. ഇനി അതൊക്കെ നിറയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. വാങ്ങിച്ചു കൊടുത്തിട്ടൊക്കെ വേണം നിറച്ച് വെക്കണമെങ്കിൽ. പിന്നെ അച്ചുവിൻ്റെ പുതപ്പൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ ഞാൻ എൻ്റെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയും വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണികളൊക്കെ നമുക്ക് ഉച്ചവരെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും കാണിക്കാനൊന്നും ഇല്ല. ഇനി അച്ചുട്ടി വൈകിട്ട് വന്നാൽ അവൻ്റെ ചായ കൂടി അത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. താങ്ക്